ആരാ ഈ കമന്റ് ഇട്ടേ? എന്താ ഏതാന്നൊന്നും എനിക്കറിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ട കമന്റാണ്. ചിലർക്കിത് കാണുമ്പോൾ തമാശയായിട്ട് തോന്നും. ചിലർക്കിത് പേടി. എനിക്കിത് കണ്ടപ്പോൾ കയ്യും കാലും വിറക്കും. ഇപ്പോഴും മാറിയിട്ടില്ല. അതിൽ പറയുന്നത് പാർട്ട്ണറിന്റെ വെജൈനയിലോട്ട് പോളോയും മെന്റോസും കൂടിയിട്ട് അതിൽ കൊക്കക്കോള ഒഴിച്ച് പോൺ വീഡിയോയിൽ കണ്ട പോലെ ചെയ്തതാണ്. ഇപ്പോൾ പാർട്ട്ണർ ഹോസ്പിറ്റൽ ഉറപ്പായിട്ടും ഇത് ഹോസ്പിറ്റൽ മാത്രമല്ല, ചെയ്ത ആൾക്ക് കേസ് വരെ വരും. ഹലോ ചങ്ങായിമാരെ, സോഷ്യൽ മീഡിയയിൽ തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അസ്ലിം മർലിയുടെ ഒരു ഷോർട്സ് വീഡിയോ കാണാനിടയായത്. അതും ഒരു കമന്റിന് റീപ്ലൈ കൊടുത്താണ്. ആ ലേഡിയുടെ തന്നെ വീഡിയോക്ക് വന്നൊരു കമന്റിനുള്ള മറുപടിയാണ് കൊടുത്തത്. അതിൽ പറയുന്നതുള്ളൂ, സെക്സ് എഡ്യൂക്കേഷൻ കോളേജുകളിലും സ്കൂളിലൊക്കെ ഒരു പാഠവിഷയമായിട്ട് കൊണ്ടുവരണമെന്നാണ് നമ്മുടെ അസ്ലിം മർലിയുടെ കരുത്ത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ആ വീഡിയോ കാണുമ്പോൾ, പിന്നെ ആ വീഡിയോ വന്ന കമന്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അസ്ലിം മർലിയുടെ വീഡിയോ കാണുന്നതിനേക്കാൾ മുമ്പ് ഈ സെക്സ് എഡ്യൂക്കേഷൻ പാഠവിഷയമാക്കണമെന്നൊക്കെ പറയുമ്പോൾ പലരും അതിനെ എതിർക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നതാണ്, ഈ സെക്സ് എഡ്യൂക്കേഷൻ പഠിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിയതും. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 4 ചുമരുകൾ കൂടി ഭർത്താവും കഴിയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും കുട്ടികൾക്കിടയിലൊന്നും കൊണ്ടുപോകരുതെന്നും കുട്ടികളുടെ ചിന്താഗതികൾ തെറ്റായി ചിന്തിക്കുമെന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പഴയ ആൾക്കാർക്ക്, എൻ്റെ ജനറേഷൻ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ജനറേഷൻ എടുത്തിങ്ങനെ അവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ പല സിനിമയിലൊക്കെ കണ്ട പോലെ കല്യാണം കഴിയുന്നു, അതൊരു 4 ക്ലാസ് കൊണ്ടായിട്ട് വരുന്നു, ഭർത്താവിനായിട്ട് ഇരുന്ന് വർത്താനം പറയുന്നു, ആ സമയത്ത് തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, മഴ പെയ്യുന്നു, ഇടിവെട്ടുന്നു, ഇടിവെട്ട് കഴിയുമ്പോൾ വെള്ളത്തുള്ളികൾ വീഴുന്നു. ഇതാണ് ആ ആദിരാത്രിയെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സിനിമയെ കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നോട്ടുള്ള പിന്നെ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറിവിൽ മാത്രമാണ് പഴയ കാലങ്ങളിലുള്ള ഈ ഭാര്യ ഭർത്താവും ജീവിച്ചിരുന്നത്. എന്ന് വെച്ചാൽ കൂടെ ഉള്ള ഒരു പാർട്ട്ണറാണെന്നുള്ളൊരു ചിന്താഗതി ഒന്നുമില്ല. ഒരു നമ്മുടെ ആവശ്യങ്ങൾ തീർക്കാനുള്ള ഒരു വസ്തു, ആ രീതി മാത്രം. നമുക്ക് തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി തരുന്ന ഒരാൾ, ശമ്പളം കൊടുക്കാത്ത ഒരു വേലക്കാരി, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി ആ ലെവലിൽ നിന്നിട്ട് ഇന്നത്തെ ജനറേഷൻ വന്നപ്പോൾ കൂടെ ഉള്ളത് പാർട്ട്ണറാണ്. ഭാര്യ എന്നതിനേക്കാൾ കൂടുതൽ ആളൊരു പാർട്ട്ണറാണെന്നും നമുക്ക് നമ്മളെക്കാൾ ഉത്തരവാദിത്വം അവരോട് കാണിക്കണം എന്നൊക്കെ ഉള്ള രീതിയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരുടെ ലൈംഗികബന്ധത്തിൽ പോലും രണ്ടുപേർക്കും കൃത്യമായിട്ട് തുല്യത വേണമെന്നും അവരുടേതായ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനും അതിനെതിരെ സംസാരിക്കാനുള്ള അവകാശങ്ങൾ വരെ അവർക്ക് വന്നു തുടങ്ങി. എന്തായാലും ഭാര്യ ഭർത്താക്കന്മാർക്ക് വന്നു തുടങ്ങി. പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ എവിടെയാണ് ഈ ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ പഴയ കാലം പോലെയല്ല. ഇന്നത്തെ കാലത്ത് പല രീതിയിൽ പല രാജ്യങ്ങളുടെ പല വീഡിയോസ്, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞ പോൺ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിലുള്ളതാണ് നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ അതാണ് ലൈംഗിക ബന്ധം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ രീതിയിൽ സഞ്ചരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്ന് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അതിലുള്ള പോലെ നടന്നില്ലെന്നുണ്ടെങ്കിൽ തൻ്റെ ഈ പറയുന്ന പരിപാടികളൊന്നും പൂർണ്ണമാകുന്നില്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ തനിക്കോ അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർക്ക് കുഴപ്പമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ, പിന്നെ അതിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ കാണിക്കുന്ന ചില ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടാകുന്നു, എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അത് ജീവിതത്തെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ എഡ്യൂക്കേഷൻ വേണം. ആ എഡ്യൂക്കേഷനെ പറയുന്ന പേരാണ് സെക്സ് എഡ്യൂക്കേഷൻ. അത് ആദ്യം മനസ്സിലാക്കാം. പിന്നീട് എന്തുകൊണ്ടാണ് അസ്ലിം മർലി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് ഇങ്ങനെ ഒരു കൃത്യമായിട്ട് പറയാൻ കാരണം എന്നത് അസ്ലിം മർലിയുടെ ഷോർട്സ് തന്നെ കാണാം, എങ്കിലേ മനസ്സിലാവുള്ളൂ. ആദ്യം നമുക്ക് ഷോർട്സ് കാണാം, തുടർന്ന് നമുക്ക് ആ കമൻറ്റ് കൂടി കാണാം. ആ കമൻറ്റ് കണ്ടതിന് ശേഷം ആ കമൻറ്റ് ഇട്ടവൻ, അല്ലെങ്കിൽ അവൻ ചെയ്തില്ലയോ എന്ന് എനിക്കറിയില്ല, ആ കമൻറ്റ് ഇട്ടവന് നിങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ കമൻറ്റായിട്ട് എൻ്റെ ഈ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ അസ്ലിം മർലിയുടെ വീഡിയോ ആണ്. ആരാ ഈ കമന്റ് ഇട്ടേ? എന്താ ഏതാന്നൊന്നും എനിക്കറിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ട കമന്റാണ്. ചിലർക്കിത് കാണുമ്പോൾ തമാശയായിട്ട് തോന്നും. ചിലർക്കിത് പേടി. എനിക്കിത് കണ്ടപ്പോൾ കയ്യും കാലും വിറക്കും. ഇപ്പോഴും മാറിയിട്ടില്ല. അതിൽ പറയുന്നത് പാർട്ട്ണറിന്റെ വെജൈനയിലോട്ട് പോളോയും മെന്റോസും കൂടിയിട്ട് അതിൽ കൊക്കക്കോള ഒഴിച്ച് പോൺ വീഡിയോയിൽ കണ്ട പോലെ ചെയ്തതാണ്. ഇപ്പോൾ പാർട്ട്ണർ ഹോസ്പിറ്റൽ ഉറപ്പായിട്ടും ഇത് ഹോസ്പിറ്റൽ മാത്രമല്ല, ചെയ്ത ആൾക്ക് കേസ് വരെ വരും. ഇത് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ഇത് സത്യമായിട്ടാണ് ഈ കമൻറ്റ് ഇട്ടെങ്കിൽ ചിലവരിങ്ങനെ തമാശയ്ക്ക് ചുമ്മാ തോന്നിയതൊക്കെ വിളിച്ച് പറയും, കമൻറ്റ് ഇടും. അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ടാണെങ്കിൽ ഇത് ഭയങ്കര വലിയ പ്രശ്നമാണ്. നമുക്ക് എന്തുകൊണ്ട് സ്കൂളിലും കോളേജിലും സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് പറയണതിൻ്റെ മെയിൻ ഒരു എക്സാമ്പിളാണ് ഇങ്ങനത്തെ ഒരു കമൻറ്റ് എന്ന് പറയുന്നത്. ഈ കമൻറ്റ് ഇട്ടിട്ടുള്ള സത്യമാണെങ്കിലും നുണയാണെങ്കിലും ആ ഒരാളുടെ മൈൻഡ് സെറ്റാണ് ഇതിൽ കൂടെ കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. നമ്മൾ പോലെ അല്ല, ബാക്കി ചുറ്റിനും പലവരും ഈ പോൺ വീഡിയോ കാരണം പലതും ചിന്തിച്ച് തെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. കേട്ടില്ലേ? ഇതിൽ അസ്ലിം മർലി പറഞ്ഞ കാര്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് അവർക്ക് ഇത് വീഡിയോ ചെയ്യണമെന്നൊന്നുമല്ല. പിന്നെ 2 രീതിയിൽ ഈ കമൻറ്റുകൾ എടുക്കാം. ഒന്ന്, ഒരു ലേഡി വന്നിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം തൻ്റെ ഉള്ളിലുള്ള കുറേ വികാരങ്ങളെ പുറന്തള്ളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അറിയാലോ തനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ സ്വന്തം പാർട്ണറിനോടും ചെയ്യാൻ പറ്റാണ്ടാവും. ആ വികാരങ്ങൾ തള്ളിച്ച ചിലപ്പോൾ കമൻറ്റിൽ കൂടി കാണിക്കുന്ന കുറേ നാളുകൾ ഉണ്ടാവും. അവൻ്റെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഇങ്ങനെയുള്ള ചിന്തകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് അത് വെറുതെ തള്ളി മറിച്ചിട്ടതായിരിക്കാം ഈ കമൻറ്റിൽ. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് സ്വന്തം പാർട്ണറെ, അല്ലെങ്കിൽ ഇത് ലവറായിരിക്കാം, ആരോഗ്യം ഭാര്യ ആയിരിക്കും ചാൻസ് ഇല്ല, എന്തായാലും ആ പാർട്ണറെ ഒരു പരീക്ഷണ വസ്തു ആക്കിയതായിരിക്കാം.
എന്നിരുന്നാൽ പോലും ഇവനൊരു സൈക്കോ എന്നൊന്നും പറയുന്നത്, ഇവൻ ഭാഗ്യമാണ് ഇങ്ങനത്തെ പോൺ വീഡിയോസ് മാത്രം കണ്ട്. അവൻ ഡാർക്ക് വെബിലൊക്കെ പോയി കണ്ടിരുന്നെങ്കിൽ അതിൽ എന്തൊക്കെ കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ അതൊക്കെ പരീക്ഷിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം, അവരെ മാറ്റി നിർത്തുക തന്നെ വേണം. അതിനെക്കുറിച്ചാണ് അസ്ലി മറിയം പറഞ്ഞേക്കുന്നത്. എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തിയുടെ ശരീരം, അത് ആണിൻ്റെയോ പെണ്ണിൻ്റെ ആവട്ടെ, ആ ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഉപകാരപ്പെടുത്തണം എന്നൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് അറിവ് കിട്ടണം. ആ അറിവ് തെറ്റായ രീതിയിൽ തെറ്റായ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന കുട്ടികൾക്ക് ഈ ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, അതേപോലെ തന്നെ നോ പറയാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങൾ എവിടെയൊക്കെയാണ് പേഴ്സണൽ, എവിടെയൊക്കെയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടുകൾ, എവിടെയൊക്കെയാണ് മറ്റുള്ളവർ തൊടാൻ പാടുള്ളത്, എവിടെയൊക്കെ തൊടാൻ പാടില്ലാത്തത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ ഈ പറയുന്ന സെക്സ് എഡ്യൂക്കേഷനിലൂടെ തന്നെയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ സമൂഹത്തിൽ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം. കമൻറ്റ് കുറച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ചേച്ചി, ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ ഏനിയിൽ മെൻഡോസ് മിഠായിയും 2 പോളോ മിഠായിയും ഇട്ടു. പിന്നെ ഏനിയിലേക്ക് കൊക്കക്കോള ഒഴിച്ചു. ഓൺസൈറ്റിൽ ഇങ്ങനെ കണ്ടു. ഓൺസൈറ്റിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് പരീക്ഷണം നടത്തുന്നതാണ് സ്വന്തം പാർട്ട്ണറുടെ ശരീരത്തിനുള്ളിൽ. അത് പോളോം ഇതൊക്കെ ഇടാൻ ജാറൊന്നല്ലല്ല ആ ഇട്ട സ്ഥലങ്ങളൊന്നും. നല്ല പ്രഷർ ഏനിയിൽ നിന്നും ജ്യൂസ് തെറിച്ചു. എന്താണെന്നൊക്കെ ഏനിൽ നിന്നും ജ്യൂസ് തെറിച്ചു. കൊക്കക്കോളയുടെ കുപ്പിയൊന്നല്ല പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ ഇവിടെയാണെന്നുള്ളത്. അവൾക്ക് ബ്ലീഡിങ് നിൽക്കാത്തതിനെ തുടർന്ന് ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. യൂട്രസിൽ നീര് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. സർജറി വേണം. എത്ര കൂളായിട്ടാണ് പറയുന്നത്. യൂട്രസിൽ നീര് വീണിട്ടുണ്ട്. എങ്ങനെ ഈ പറയുന്ന ഏനിയുടെ ഉള്ളിൽ മെൻഡോസും ഈ കൊക്കക്കോളയും കാര്യങ്ങളൊക്കെ, കൊക്കക്കോളയുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും പല രീതിയിൽ. കൊക്കക്കോളയിൽ മെൻഡോസ് ഇട്ടാറ്, അതേപോലെ പോളൊക്കെ ഇട്ടിട്ട് അത് നല്ല പ്രഷറിൽ തെറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ സംഭവം തൻ്റെ പാർട്ട്ണറുടെ ശരീരത്തിലേക്ക് അവൻ യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഏനി എന്ന് പറയുമ്പോൾ വെജൈന എന്ന് പറയും സ്ത്രീകളുടെ. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടി തന്നെയാണ് ഇവനൊക്കെ ഭൂമിയിലേക്ക് പുറപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മറ്റൊരു പാർട്ട്ണറുടെ ശരീരത്തിനുള്ളിൽ ഇവൻ ഈ പരീക്ഷണം നടത്തിയിട്ട് ആ യൂട്രസിൻ്റെ ഉള്ളിൽ നീര് വരികയും പിന്നെ സർജറി വേണമെന്നാണ് പറഞ്ഞത്. ബ്ലഡ് നിൽക്കാണ്ടായതിനു ശേഷം ഇപ്പോൾ ഡോക്ടർമാർ സർജറി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രത്തോളം സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തി അവന് ഈ പോൺ സൈറ്റ് കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത, പോൺ സൈറ്റിൽ കാണുന്നതൊക്കെ ശരിയാണെന്നും അതിൽ കാണുന്നതൊക്കെയാണ് റിയൽ എന്നൊക്കെ മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷനൊക്കെ ഗുണം വരുന്നത്. സത്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റായ ധാരണയിൽ ഇതൊക്കെ കണ്ടിട്ട് എന്നാൽ പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, പഠിക്കാൻ എവിടെ നിന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തെയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണും. ഈ വീഡിയോസ് കണ്ട് ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ചില പാർട്ട്ണറുടെ അടുത്ത് നിന്ന്. ഈ പാർട്ട്ണറുടെ അടുത്ത് നിന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒന്നിയ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിക്ക് വല്ല കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ള ചിന്തകൾ വരും. ഈ ചിന്തകളൊക്കെ വന്നതിന് ചിലപ്പോൾ ആ ലൈഫ് മനസ്സിലായത് അവരുടെ ജീവിതം പോലും ചിലപ്പോൾ മോശമായ അവസ്ഥയിൽ പോകും. അപ്പം അങ്ങനെ മോശമായ അവസ്ഥയിൽ പോവാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ വേണം. അത് എവിടെ നിന്ന് വേണം? ഇന്നത്തെ കാലത്ത് ഈ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്കെതിരെ കൂടുതലായിട്ട് അതിക്രമങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അതിക്രമങ്ങൾ ഉണ്ടായിട്ട് അത് എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള നല്ല അറിവ് കിട്ടണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്കും അതിനെതിരെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ പറ്റുള്ളൂ. ഇത് എതിർക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കണം, അത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. തെറ്റാണെന്ന് മനസ്സിലാക്കാത്ത കാലം വരെയും കുട്ടികൾ അതിനെ എതിർക്കത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആൺകുട്ടികൾ അത് പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആൺകുട്ടികൾക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ഈ ഉണ്ടാകുന്നതും ആൺകുട്ടികൾക്ക് പറയാത്തതും ഇനി ആൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ വലിയ രീതിയിലുള്ള ധാരണകൾ കൊടുക്കാത്തതാണ്. അവനൊരു ആൺകുട്ടിയല്ല, അവർക്ക് എന്താണ് പെൺകുട്ടികൾക്ക് മാനം പോകും, ആൺകുട്ടികൾക്ക് ഈ മാനം ഇല്ലല്ലോ. എത്ര ആൺകുട്ടികൾ ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞത് 10 ആൺകുട്ടികളുടെ അടുത്ത് തന്നെ ചിലപ്പോൾ 2 ആൺകുട്ടി 3 ആൺകുട്ടികൾക്ക് ചിലപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിൽ കടന്നുകൊണ്ടാവും. അവരും ഈ പറയുന്ന പോലത്തുള്ള പ്രോബ്ലങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ള ഞാൻ വിശദീകരിച്ച് എൻ്റെ വീഡിയോ പറയുന്നില്ല. ഞാൻ മറ്റൊരു ചാനലിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്നേക്കാൾ കൃത്യമായിട്ട് പറയുന്ന കുറേ ചാനലുണ്ട്. ഈ പറയുന്ന അസ്ലിം മലയുടെ ചാനലിലൊക്കെ പക്കയുടെ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ അറിയേണ്ട സ്ത്രീകളുടെ കാര്യങ്ങളടക്കം ഈ പറയുന്ന അസ്ലിം മലയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ പോയി കാണാം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷനൊക്കെ കുട്ടികൾക്ക് എടുക്കണം പറയുമ്പോൾ അതിനെ എതിർക്കാതിരിക്കുക. കാരണം ഇന്നത്തെ സമൂഹത്തിൽ പഠിച്ച് വെച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവനെ പോലുള്ള മെൻ്റലുകൾ ഇതുപോലെയൊക്കെ മറ്റുള്ള സ്വന്തം പാർട്ണറിനോടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും അവസാനം ആ കുട്ടി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാനില്ല. ഒരു ജീവൻ പോയി, അത്രയേ ഉള്ളൂ. ഇനി ഇവൻ പറഞ്ഞ സത്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസ് ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഡോക്ടർമാർ ഈ സർജറിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന് കാരണമായ ഇവനെ പോലെയുള്ള കുറേ ഞരമ്പന്മാരുണ്ടല്ല, ഞരമ്പെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എക്സ്ട്രീം സൈക്കോള്, ഇവരൊക്കെ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം ഇന്നിവൻ ഈ പാർട്ണറെ കാണിച്ച് നാളെ ഇതിന് വലുത് കാണും, അത് മറ്റുള്ള ആൾക്കാരിൽ പരീക്ഷിക്കും എന്ന കാര്യം കൂടി ഇവിടെ അടിത്തറയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ